സ്ലാങ് വെച്ച് നമുക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ നാട്ടിൻപുറത്ത് ചെയ്ത് നടന്നിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ഈ ഫുട്ബോളിൻ്റെ ഇതിന് പോവുക, ഗ്രൗണ്ടിന് പോവുക. അപ്പോൾ അതൊക്കെ ഒരു സിനിമയാക്കിയിട്ട് ഇപ്പോഴത്തെ തലമുറക്ക് ലഹരിക്കെതിരെ ഒരു സിനിമയും കൂടെ ആയി. കാരണം ഒരുപാട് നാട്ടിലുണ്ട് ഇതേപോലെ ഗ്രൗണ്ടുകളില്ലാതെ പലരും ഈ ലഹരിക്ക് പിന്നാലെ പോണതൊക്കെ കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതിൻ്റെ കാരണത്താലാണ് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കഥകൾ ഇതിൽ 2-3 കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖിൽ പ്രഭാകരൻ. ഈ സിനിമ എനിക്ക് പ്രത്യേകത ആവുന്നത് എന്താ വെച്ചാൽ, സ്പെഷ്യൽ ആവുന്നത് എന്താ വെച്ചാൽ, ഇതിൽ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഫുട്ബോൾ കോച്ചായിട്ടാണ് ഞാനിതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ ഫുട്ബോളിന് അത്രയ്ക്ക് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആളൊന്നുമല്ല. ഞാനങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളായി. അപ്പം അങ്ങനെ ഒരു കോച്ചായിട്ട് അഭിനയിക്കുക, ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അതൊക്കെ എന്നെ സംബന്ധിച്ചൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നല്ല ഫണ്ണായിരുന്നു. എല്ലാവർക്കും ഭയങ്കര വൈബായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് മലബാർ അവിടുത്തെ ആളുകളും അവിടുത്തെ ഫുഡും എല്ലാം നമുക്ക് സ്പെഷ്യലായിരുന്നു. അപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ഒരുപാട് നല്ല നിമിഷങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇമോഷണൽ ആയാലും അതുപോലെ തന്നെ നല്ല നല്ല സോങ്ങുകളുണ്ട്. കോമഡിയും സെന്റിമെന്റും അതുപോലെ ഫുട്ബോൾ അനുബന്ധിച്ച് ഇപ്പോൾ തൂഫാന്റെ കാലഘട്ടമാണല്ലോ. അപ്പോൾ ലഹരിയോടുള്ള എതിർപ്പും എല്ലാം കൊണ്ടും കറക്റ്റ് ടൈമിനാണ് ഈ പടം റിലീസാക്കാൻ തന്നത്. ഇതിന്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, പ്രൊഡ്യൂസറിനാവട്ടെ, ഡയറക്ടർക്ക്, അതേപോലെ ജിബ്രു, എല്ലാവർക്കും. അപ്പോൾ ഇവരൊക്കെ ഒരു വൻ വിജയമായിട്ട് ഈ പടം മാറണമെന്നാണ് മലപ്പുറത്തുള്ള ഞങ്ങളെ രണ്ടാളും ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന എല്ലാവരും കൂടി കേട്ടിട്ട് ഈ വരുന്ന ജൂലൈ 3 പടം എല്ലാവരും തിയേറ്ററിൽ പോയി വിസിറ്റ് ചെയ്യണം എന്നുള്ളൊരു ഒറ്റ ആഗ്രഹമുള്ളൂ.